സോ വെൽക്കം ബാക്ക് ടു ദ വീഡിയോ ഗൈസ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സീസറിനെ പിക്ക് ചെയ്യാൻ പോയി. പിന്നെ നേരെ അവിടുന്ന് ഒരു ഫോട്ടോഗ്രാഫി മെഷീൻ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ചതിച്ച നമ്മളെ അമ്മനില്ലാതാക്കിയ ആളുകളുടെ ഗൂഢാലോചന നടത്തിയ ആളുകളുടെ ഒരു ഫേസും കാര്യങ്ങളൊക്കെ നമുക്ക് എവിഡൻസ് സഹിതം ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊക്കെ വേണമായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് വന്ന് ഇപ്പോൾ നമ്മുടെ ഗ്യാരേജിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഗ്യാരേജിൽ വന്നപ്പോൾ നമ്മുടെ വുസിമു ഇരിക്കുന്നുണ്ട്. അപ്പോൾ വുസിമു എന്ന് പറഞ്ഞൊരു ഗെയിം പ്ലാനറാണ്. നമുക്ക് എന്തായാലും ആ ഒരു റിവെഞ്ച് എന്തായാലും നടത്തണം. 10 പെന്നി കാര്യങ്ങളൊക്കെ നമ്മളെ ടോർച്ചർ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമ്മുടെ കൊന്ന അല്ലെങ്കിൽ നമ്മുടെ ഗ്രോ സ്ട്രീറ്റ് തകർത്ത ഗ്രോ സ്ട്രീറ്റ് ഇല്ലാതാക്കി നമ്മുടെ സ്വീറ്റിനെ ഇങ്ങനെ ഇത്രയും രീതിയിൽ അറസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇത്രയും പണി തന്ന ടീംസിന് നമ്മൾ എന്തായാലും റിവെഞ്ച് കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും അതിനെ കുറിച്ചിട്ട് നമുക്ക് ചെയ്യണം. അപ്പോൾ അപ്പോൾ നമ്മൾ ഫോട്ടോ എടുത്ത ഓരോരുത്തരെ കുറിച്ച് പഠിക്കുകയാണ്. അപ്പോൾ പഠിച്ചതിൽ ഈ JCB എന്ന് പറഞ്ഞ ഈ ഒരു ആളെന്ന് പറയുന്നത് ഒരു പിമ്പ് എന്ന് പറഞ്ഞാൽ അറിയാലോ. അപ്പോൾ ആ ഒരു ആളുടെ വഴി നമുക്ക് ഈ കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ ആളെ അടുത്ത് പോയി ആളിലൊരാളെ പോലെ ആളുടെ കൂടെ നിന്ന് പണിയണ ഒരു പരിപാടി. അതായത് റൈഡർ നമുക്ക് എതിരെ ചെയ്ത പോലെ റൈഡറും സ്മോക്കും നമ്മളെ ചെയ്ത പോലെ നമ്മുടെ ഒപ്പം നിന്ന് നമുക്ക് പണിതതുപോലെ അവൻ്റെ കൂടെ നിന്ന് അവനെ പണിത് പിന്നെ അവൻ വഴി ഇവരിലെ ഒരു കോറ്, അതായത് ഇവരുടെ ഒരു ബേസ് നമുക്ക് തകർക്കാൻ പറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീച്ച് സൈഡിലാണ് ഈ JCBയുടെ ക്ലബ്ബ് കാര്യങ്ങൾ വരുന്നത്. ക്ലബ്ബിൽ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഈ പിമ്പും കാര്യങ്ങളും പിമ്പ് പണി അങ്ങനത്തെ പരിപാടിയും ആണ് കൂടുതലും നടക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി അവരിലൊരാളായിട്ട് നിന്ന് അങ്ങനെ നമ്മൾ അവരുടെ വിശ്വാസ്യത കൈപ്പറ്റണം. അതാണ് നമ്മുടെ ഇന്നത്തെ മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു എന്തും ചെയ്യാവുന്നൊരു ഫ്രീ വർക്കറെ പോലെ നമ്മൾ അവിടെ ചെന്ന് അവന് വേണ്ടി എല്ലാ പണിയും ചെയ്യാം, എന്ത് പണി വേണമെങ്കിലും പറഞ്ഞാൽ മതി, നമുക്കിപ്പോൾ ഒരു ജോലിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതേപോലെ വന്ന് നേരെ അവൻ്റെ അടുത്ത് പോയി അങ്ങനെ നമുക്ക് റിക്വസ്റ്റ് ചെയ്ത് അവരെന്താണോ പറയുന്നത് ആ ഒരു രീതിയിൽ നിൽക്കാവുന്നതാണ് നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ നമുക്ക് എന്തായാലും JCBയുടെ അടുത്തേക്ക് പോകാം. അപ്പോൾ ഇതാണ് അവൻ്റെ പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം കുറച്ച് മെഷീനും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഇനി വരാൻ പോവുകയാണ്. കാരണം അവൻ ഈ JCB എന്ന് പറഞ്ഞ ആള് ഈ ഒരു നമ്മുടെ ഓൾ ഗെയിമിലൊരു പ്രധാനപ്പെട്ട മെമ്പർ കൂടിയാണ്. അപ്പോൾ ഇതാണ് ഇത് കണ്ടിട്ട് പിന്നെ 18 വയസ്സായ താഴെയുള്ള പിള്ളേരെന്തായാലും ഒന്ന് സ്കിപ്പ് ചെയ്യാൻ നോക്കുക മാക്സിമം. അപ്പോൾ ഇത് എന്ന് പറയണത് അവൻ ഒരുപാട് ഈ പറഞ്ഞ പോലെ ഗേൾ വിഷയത്തിൽ നല്ല രീതിയിൽ ഇൻട്രസ്റ്റഡ് ആണെന്നും നമുക്ക് ഈ ഒരു അവൻ്റെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും അല്ലെങ്കിൽ ആക്ടിവിറ്റീസിലൂടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ അവൻ പറയണത് നമ്മുടെ CJ പറയണത് ഞാനൊരു ആളാണ്, നമ്മളിവിടെ ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു സിറ്റിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ എല്ലാവിധ സർവീസുകളും ഞാൻ ഓഫർ ചെയ്യണം. ഞാൻ നല്ല രീതിയിൽ ഈ പറയുന്ന വെഹിക്കിൾ കാര്യങ്ങൾ ഓടിക്കുന്നതിൽ എക്സ്പേർട്ടാണ്. അതേപോലെ തന്നെ ഗ്യാങ് വാറിലും കാര്യങ്ങളിലൊക്കെ പങ്കെടുത്ത് അത്യാവശ്യം എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ എല്ലാവിധ സർവീസും ഇനി മുതൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഓഫർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ ആദ്യം വലിയ കാര്യത്തിലൊന്നും സമ്മതിക്കണില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ JCBക്ക് ഒരു കോള് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, നിൻ്റെ ഗേൾസിനെ ഇവിടെ പലരും പല സ്ഥലത്തും പോയിട്ട് ടോർച്ചർ ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ പണി കൊടുക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ അപ്പോഴാണ് പിന്നെ JCBക്ക് കത്തണ അങ്ങനെ ഒരുത്തരുണ്ടപ്പോൾ പിന്നെ എന്തിനാ നമ്മൾ അതിനെ കുറിച്ച് ടെൻഷൻ അടിക്കണ, അവനാണ്ട് പറഞ്ഞാൽ പോരെ എന്നുള്ള രീതിയിൽ JCB അങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ അവന് ഈ പറയുന്ന പോലെ അവന് മാക്സിമം അവൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എല്ലാ കാര്യത്തിലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, ഒരു അനുജനെ പോലെ കണ്ട് നിങ്ങൾ എന്നെ നിങ്ങളുടെ കൂടെ കൂട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് നൈസായിട്ട് ഇപ്പോൾ ഒരു ടാസ്ക് നമ്മുടെ JCB അവനക്ക് കൊടുക്കാൻ പോവാണ്. കാരണം അവൻ്റെ ഈ പിമ്പിങ് കാറിൽ ഒരു ഐറ്റത്തിനെ കയറ്റിയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അവളെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എവിടെയാണ് അവിടെ പിക്ക് ചെയ്ത് അല്ലെങ്കിൽ അവിടെ കൊണ്ടിടണം, അവിടെ ഡ്രോപ്പ് ചെയ്യണം. അതാണിപ്പോൾ നമുക്ക് കിട്ടുന്ന അത് മാത്രമല്ല അവളെ എങ്ങോട്ടൊക്കെ പോണ് അതൊക്കെ നമ്മളവിടെ വാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അയാൾക്ക് അവളെയും വലിയ വിശ്വാസം പോരാ. അപ്പോൾ അതാണ് ഇതിൽ ക്ലിയർ ആവുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ എവിടെയാണ് ലൊക്കേഷൻ ആ ഭാഗത്ത് നമുക്ക് പോയിട്ട് ഡ്രോപ്പ് ചെയ്യാം. ഓ മാൻ, ഒരാളങ്ങോട്ട് അരച്ച് കലക്കി കൊന്നു. ഇതൊക്കെ റിയൽ ലൈഫാണെന്ന് ആലോചിക്കല്ലേ? ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്കൊരാളെ
കൊന്നിട്ട് നമുക്ക് പോകാൻ പറ്റുമോ? പോട്ടെ, ബാക്കിയുള്ളടത്തൊന്നും പറ്റില്ലായിരിക്കും, ചിലപ്പോൾ കേരളത്തിൽ പറ്റും. ഇവിടെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നടക്കാറുണ്ടല്ലോ. ഞാനൊരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി നേരെ പ്ലീസിലേക്ക് പോകാം. എങ്ങനെയൊക്കെയാണ് വണ്ടി ഓടിക്കുന്നത് നീ? ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നലെ ഈ പറയുന്ന അത്യാവശ്യം നല്ലൊരു മെഷീൻ കാര്യങ്ങളായിരുന്നു നമ്മുടെ സീസണിൻ്റെ വഴി. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബോറിംഗ് ആയിരുന്നു ആ എപ്പിസോഡ്. അതായത് ഒരു ലോങ് ഡ്രൈവ് ആയിരുന്നു, അറിയാലോ. ഓക്കെ, അപ്പോൾ സീ ലൈറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കാണാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അപ്പം തന്നെ സ്പോട്ടിൽ ജി സിക്ക് കോൾ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ പറഞ്ഞയച്ച ബോസിന് കോൾ ചെയ്യുന്നുണ്ട്. അവളെ നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്, പിന്നെ കുഴപ്പമൊന്നുമില്ല, സേഫായിട്ട് തന്നെയാണ് ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ നീ അധികം ടെൻഷനും കാര്യങ്ങളൊന്നും അടിക്കേണ്ട സാർ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ. അപ്പോൾ ഇനി നേരെ വേറൊരു ലൊക്കേഷനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടേക്ക് പോകാൻ അത് ഇന്നൊരു പെർട്ടിക്കുലർ ടൈം തന്നിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളിൽ തന്നെ നമുക്ക് അവിടെ എത്തണം. എന്താ കാര്യമെന്ന് നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും. ഐ തിങ്ക് നമുക്ക് ഏതെങ്കിലും ഒരാളെ ഫിനിഷ് ചെയ്യാനുള്ള കാര്യമായിരിക്കും ഇപ്പോൾ തന്നിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ ഞാൻ എന്താന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇടുങ്ങിയ സ്ഥലം, സംഭവം ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു സിറ്റിയാണ്. പക്ഷെ ഭയങ്കര ഒരു എന്താ പറയുക, ഇടുങ്ങിയ ടൈപ്പ് ഒരു സ്ഥലമാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് അല്ലേ. റോഡ് ഭയങ്കര എന്താ പറയുക, ഒതുങ്ങിയ പോലെ. നമുക്ക് ശരിക്കൊരു റൈഡിങ് കംഫർട്ടബിലിറ്റി കിട്ടില്ല, പക്ഷെ കിട്ടുന്നുണ്ട് കേട്ടോ. മേ ബി ഓടിച്ച് ഇങ്ങനെ ഒരു എന്താ പറയുക, തഴക്കവും പഴക്കം എന്നൊക്കെ പറയില്ലേ. ഓക്കെ, ഇതേ നമ്മളെ ഇവൻ്റെ പോലെ ഒരു പിമ്പ് തന്നെയാണ് ഇയാൾ. അപ്പോൾ അയാളെ കില്ല് ചെയ്യാനാണ് നമ്മളോടുള്ള അടുത്ത ഒരു ഓഫറായിട്ട് അല്ലെങ്കിൽ അടുത്തൊരു കാര്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആള് നമ്മുടെ കയ്യിൽ കണ്ണ് കണ്ടപ്പോൾ തന്നെ ഓടിയിട്ട് കാര്യമില്ല, നീ ആരുടെ അടുത്ത് നിന്ന് ഓടാൻ പോണേ. അപ്പോൾ ഓനെ അടിച്ച്. അപ്പോൾ നമ്മളോട് നേരെ കാറിൽ കയറാനാണ് കമൻറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ കാറിൽ നമുക്ക് കയറാം. കാറിൽ കയറി കഴിഞ്ഞാലാണ് നമുക്ക് കോള് വരുള്ളൂ. ജി സിയുടെ കോള് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ പോയി കോള് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ പറയണം, അയാളെ നമ്മൾ തീർത്തിട്ടുണ്ട്, നീ ഒരു പേടി മേടിക്കണ്ട, ഇനി ഒരു കാര്യത്തിൽ നീ ഒരു ടെൻഷൻ അടിക്കണ്ട, വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ബി പി കൂട്ടിയിട്ട് എന്താ മറ്റേ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ CJ അവനോട് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്തേക്ക്, അതായത് CJയുടെ അല്ല ജിസിയുടെ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. അവളെ ഒരു ചെങ്ങായിമാരൊക്കെ എല്ലാവരും കൂടിയിട്ട് ടോർച്ചർ ചെയ്യേണ്ട, അഥവാ അങ്ങനെ ട്രാപ്പിലാക്കിയിട്ട് അവളെ അടിക്കുന്നുണ്ട്. അതായത് കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ നീ എത്രയും പെട്ടെന്ന് നീ അങ്ങോട്ട് എത്തണം, എന്നിട്ട് അവരൊക്കെ കൊന്ന് അവളെ ഫ്രീ ആക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമാൻഡാണ് നമ്മുടെ ജിസി കൊടുക്കുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി അറിയാലോ, അവൻ്റെ ഒരു ഇമ്പ്രഷൻ നമ്മൾ എങ്ങനെയും കൈപ്പറ്റണം. അതിനുവേണ്ടി എന്ത് തെണ്ടിത്തരം വേണമെങ്കിലും നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു ബ്രിഡ്ജിൻ്റെ താഴെയാണ് ജിസിയുടെ പെണ്ണിനെ ആളുകളൊക്കെ കൂടിയിട്ട് ടോർച്ചർ അല്ലെങ്കിൽ എന്താ പറയുക, കയ്യേറ്റം ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം. മോനെ, വണ്ടി എന്ത് വണ്ടിയാ, ഒരു കൊന്ന് കയറാനാ നീ ഇത്രയും പാട് പറഞ്ഞേ? എന്താണ്? ചവിട്ടി കൂട്ട് നോക്കിയേ. ആറാ ജിസിയുടെ പെണ്ണിനെ തുറന്നേ. ഓക്കെ, ജിസിയുടെ പെണ്ണ് ഇത്രയും നേരം മിണ്ടാണ്ടായിട്ട് ഒരു രണ്ടെണ്ണത്തിന് തട്ടിക്കഴിഞ്ഞപ്പോഴാണ് ആ ശവത്തിനുണ്ട് ചവിട്ടി കൂട്ടുക. ഏതപ്പോൾ എന്തായാലും ജിസിക്ക് വീണ്ടും കോൾ വരുന്നുണ്ട്. ഇപ്പോൾ ഓരോ മെഷീനും ഓരോ ടാസ്ക് കഴിയുമ്പോൾ സ്പോട്ടിൽ വെച്ചാൽ ജിസിക്ക് വിളിച്ചിട്ട് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. എന്തായാലും നല്ല കാര്യമാണ്. ഒരു കാര്യം നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് ഭംഗിയായിട്ട് തീർക്കണമല്ലോ. അപ്പോൾ നമ്മുടെ CJ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഡൗൺ ടൗൺ, അതായത് നമ്മൾ ആദ്യം ആ ഒരു ഗേളിനെ നമ്മൾ കൊണ്ടാക്കിയില്ലേ, അതായത് ജിസി പറഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ഈ ഒരു മെഷീൻ്റെ തുടക്കത്തിൽ ഒരു ഗേളിനെ കൊണ്ടാക്കിയ ഒരു ഭാഗത്ത് നമ്മൾ എന്തായാലും ചെല്ലണം. ഞാൻ പറഞ്ഞല്ലോ, ജിസിക്ക് കുറച്ച് ഡൗട്ടും കാര്യങ്ങളുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ എന്തോ ഒരു ഇൻഫർമേഷൻ അവിടെ നിന്ന് അറിഞ്ഞിട്ട് അവളെ പറ്റിയിട്ട് അറിഞ്ഞിട്ട്, അപ്പോൾ നീ എന്തായാലും അങ്ങോട്ട് ചെല്ല്, അപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത് അപ്ഡേറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്
GC പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് എന്തായാലും നോക്കി നോക്കാം എന്താണ് അവിടെ നടക്കുന്നത്. അപ്പോൾ മെയിൻ റോഡ് വഴി നമ്മൾ പോകാൻ ഒരു അറ്റംപ്റ്റ് നോക്കി, പക്ഷെ വേണ്ട. ഇനി അധികം കൂടെ പോയി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈം എത്തുമ്പോൾ നമുക്ക് തന്നെ വഴിയാകെ തെറ്റി സീനാവും. ഒരു പോലീസ് വണ്ടിയിലല്ലേ അടിച്ചേ, എന്തിപ്പോൾ അവർക്ക് നമ്മളെ വേണ്ടേ? അല്ലെങ്കിൽ ഒന്ന് തട്ടി നമ്മുടെ മൂട്ടിൽ അവരൊന്ന് തട്ടിയിട്ട് നമുക്ക് വേണ്ടല്ലോ കാരണപ്പോൾ ഹെന്മാരാ എന്തോ പറ്റിയാണാവോ. അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഈ സിറ്റിത്തെ ആൾക്കാർ മറ്റേ ജനകീയ പോലീസ് സ്റ്റേഷനാവും, അങ്ങനെ എന്തോ സംഭവമല്ലേ. ഓക്കെ, അപ്പോൾ അവിടെ വന്നപ്പോൾ ആ ഒരു ലേഡീനെ വേറെ ചെങ്ങായി അഥവാ ഇങ്ങനത്തെ ഒരു ഗ്യാങ് ലീഡർ അവളായിട്ട് ഡിങ്കോൾഫി. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്തായാലും അപ്ഡേറ്റ് ചെയ്യണം ജിസിയുടെ അടുത്ത്. അങ്ങനെ പാടില്ലല്ലോ ഒരാളെ വെച്ചിട്ട്, അത് മോശം. അപ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ട് എന്താണ് ജിസി പറയണത് അതേപോലെ ചെയ്യാം. അത് ഞാൻ ജിസിയുടെ കൂടെ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അവൻ്റെ കാറ് കത്തിച്ച് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിലുള്ള നമ്മുടെ കയ്യിൽ വെക്കണ ഗണ്ണ് വെച്ചിട്ടാണല്ലോ നീ ഞങ്ങളെ ജിസിയുടെ പെണ്ണിനായിട്ട് പോകാൻ നിൽക്കുന്നത്. എന്തതിപ്പോൾ ബാക്കിൽ വന്നിട്ട് ഇത്രയും അംബാസഡർ പോലെ ബൾക്കിയിരിക്കുന്ന കാറിനെ അടിച്ചിട്ട് എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിക്കും. നാണക്കേട്, ഇതിൽ പരം നാണക്കേട് വേറെ എന്തുള്ളു. മാൻ എന്താടാ, എന്ത് സ്പീഡാടാ, ഒന്ന് പതുക്കപ്പോടാ. അയ്യോ കമ്മോൺ, എന്ത് എവിടെ എങ്ങോട്ടാണ് ഈ പോണത്? നിങ്ങൾ എത്ര പോയി കഴിഞ്ഞാലും ഞാൻ എന്തായാലും അത് അടിച്ചിടും. അതുകൊണ്ട് ഒന്ന് സ്പീഡ് കുറച്ചുകൂടെ, ഈ അടിക്കുന്ന ടെൻഷൻ്റെ അളവ് കുറച്ചുകൂടെ ഒന്ന്. സഹായന്മാരെ ഒന്ന് ചിന്തിക്ക്, ബുദ്ധി കൊണ്ട് ചിന്തിക്ക്. എന്തായാലും മരിക്കും. അപ്പോൾ ആ ഒരു ടെൻഷൻ അടിച്ച് മരിക്കണതിൻ്റെ ടെൻഷനൊന്ന് കുറച്ചുകൂടെ. ഓക്കെ, എടാ ഞാൻ മാത്രമേ ഉള്ളൂ, ഒന്ന് പോയടാ അവിടെ നിന്ന്. ഇപ്പം നമ്മൾ ഫയർ ചെയ്യണതിനാണ് പ്രശ്നം, ബാക്കിയുള്ളവരൊന്നും ചെയ്യണതിൻ്റെ ഒരു കുഴപ്പമില്ല. വെറുതെ അല്ല നിങ്ങളുടെ ഓരോ പോലീസ് NPCകളെ ഒരു ദാക്ഷിണ്യം ഇല്ലാണ്ട് കൊന്നുകളയാണ്. പോടാ സൈഡിൽ നിന്ന് പോടാ. നിന്നെ ആരും വന്ന് നമുക്ക് മെയിനായിട്ടുള്ള കാറിലേ വേണ്ടുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ബാക്കിൽ വന്ന സെക്യൂരിറ്റി ഗാർഡ്സിൻ്റെ അവരൊക്കെ ഏതാ? നമ്മൾക്ക് ഈ പറയുന്ന തലേനെ പിടിച്ച പോലെ വാലിനെന്തിനെ പിടിക്കണേ? ബാക്കിൽ വന്ന് ഉണ്ടാക്കാൻ നിൽക്കുന്നത്. നമ്മൾ നേരത്തെ കൊടുത്ത പണിയിൽ ആ വണ്ടി കത്തിയിട്ടുണ്ട്. അത് ഇവിടെ വെച്ചിട്ട് ബ്ലാസ്റ്റ് ചെയ്തത്, അത് നിലത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അവരെ സെക്യൂരിറ്റിയുടെ ആൾക്കാരെ നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും ഫിനിഷ് ചെയ്യാന്ന് പറഞ്ഞാലേ ഫിനിഷ് ചെയ്തേ പറ്റൂ. അപ്പോൾ അവസാനത്തെ ഒരുത്തനെ നമ്മൾ കത്തിച്ചാമ്പലാക്കിയിരിക്കുകയാണ്. കത്തിച്ചാമ്പലല്ല, വെടിവെച്ച് വീഴ്ത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ CJ ഇവനോട് ജിസിയോട് പറയണ്ട, എവറിത്തിങ് ഇസ് ഫൈൻ, നീ ഒരു കാര്യം പേടിക്കണ്ട, ഇനി നമ്മൾ ആയിരിക്കും നിനക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സർവീസും. ഇപ്പോൾ കണ്ടില്ലേ, എല്ലാം പുഷ്പം പോലെ ചെയ്തു തന്നില്ല. അപ്പോൾ അവനക്ക് നമ്മുടെ ജിസിക്ക് കുറച്ച് കൂടുതൽ ഇൻട്രസ്റ്റഡ് ആവുകയാണ് നമ്മുടെ CJയുടെ കാര്യത്തിലൊക്കെ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നവരെ ബൈ ഗൈസ്, ബൈ.